ഹായ് ഓൾ, സോഡിയാക് അക്കാഡമിയുടെ അക്കാഡമിക് അപ്ഡേറ്റ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് കാർഡിയാക് സെൽസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മയോകാർഡിയൽ സെൽസ് അതിനെപ്പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ മയോകാർഡിയൽ സെൽസിന് ശരീരത്തിലെ മറ്റ് സെല്ലുകളെ അപേക്ഷിച്ച് ചില സെപ്പറേറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹാർട്ടിനെ ഒരു ഓട്ടോമാറ്റിക് ഓർഗനായിട്ട് പറയാവുന്നത്. മറ്റാരുടെയും ആവശ്യമില്ല, മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അവയവമായിട്ട് നമുക്ക് ഹാർട്ടിനെ പറയാൻ പറ്റുന്നത് ഈ പ്രോപ്പർട്ടീസ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിസിറ്റി ആണ്. സോ ഓട്ടോമാറ്റിസിറ്റി ഈസ് എബിലിറ്റി ടു ഇനിഷ്യേറ്റ് ആൻ ഇമ്പൾസ്. ഇതിനെ നമുക്ക് മെഡിക്കലി ക്രോണോട്രോപ്പിസം എന്ന് പറയാം. അതായത് ഓരോ കാർഡിയാക് സെല്ലിനും ഇമ്പൾസുകൾ സ്വയം ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ചാർജ് എന്ന് പറയാം. ഓക്കെ, ഒരു മയോകാർഡിയത്തെ എടുത്ത് പുറത്ത് വെച്ചിരുന്നാലും അതിന് സ്വയം ഒരു ഇമ്പൾസ് ഉണ്ടാക്കി വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാൽ ഹാർട്ടിൽ മെയിനായിട്ട് ഈ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എസ് എ നോഡാണ്. അപ്പോൾ എസ് എ നോഡ് ഒരു ടോട്ടൽ കൺട്രോളറായിട്ട് നിൽക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും അതിന് വിധേയരായി നിൽക്കുന്നു, ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ആവശ്യം വന്നാൽ ഈച്ച് ആൻഡ് എവരി സെല്ലിനും മയോകാർഡിയൽ സെല്ലിനും ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. രണ്ടാമത്തേത് എക്സൈറ്റബിലിറ്റി ആണ്. സോ എക്സൈറ്റബിലിറ്റി, എബിലിറ്റി ടു റെസ്പോണ്ട് ടു ആൻ ഇലക്ട്രിക്കൽ ഇമ്പൾസ്, അതിനെ നമ്മൾ ബാത്മോട്രോഫിസം എന്ന് പറയുന്നു. ഇപ്പോൾ എസ് എ നോഡിൽ നിന്ന് ഒരു ഇമ്പൾസ് വരുന്നു, ആ ഇമ്പൾസ് ഒരു മയോകാർഡിയൽ സെല്ലിനകത്തേക്ക് വരുമ്പോൾ ആ ഇമ്പൾസിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് എക്സൈറ്റ് ആകാനുള്ള കഴിവ്. എക്സൈറ്റ് ആകുക എന്ന് പറയുമ്പോൾ ആ സെല്ലിനകത്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുക എന്നാണ് അർത്ഥം. ഓക്കെ, അതിനകത്ത് ഊർജ്ജം ഉണ്ടാകുന്നു. അപ്പോൾ എസ് എ നോഡിൽ നിന്നൊരു ഇമ്പൾസ് ഒരു മയോകാർഡിയൽ സെല്ലിനകത്തേക്ക് വന്നു കയറി കഴിഞ്ഞാൽ ആ മയോകാർഡിയൽ സെല്ല് ഊർജ്ജം ഉണ്ടാകുന്നു, അത് എക്സൈറ്റ് ആകുന്നു, അതിനകത്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നു. ഇതിനെയാണ് ബാത്മോട്രോഫിസം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി കണ്ടക്ടിവിറ്റി ആണ്. എബിലിറ്റി ടു ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം വൺ സെൽ ടു അനദർ, അതിന് നമുക്ക് ഡ്രോമോട്രോപ്പിസം എന്നും പറയാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഇമ്പൾസ് ഒരു മയോകാർഡിയൽ സെല്ലിൽ വന്നു, ആ സെല്ല് അതിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് എക്സൈറ്റ് ആകുമെന്ന് പറഞ്ഞു, ഊർജ്ജം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ഊർജ്ജം ഉണ്ടാകുക മാത്രമല്ല ആ സെല്ല് ചെയ്യുന്നത്, തനിക്ക് കിട്ടിയ ആ ഒരു എക്സൈറ്റേഷനെ, തനിക്ക് കിട്ടിയ ആ ഒരു ഇമ്പൾസിനെ തന്നോട് ചേർന്ന് നടക്കുന്ന അടുത്ത സെല്ലിലേക്ക് പാസ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ചുമ്മാ കിട്ടിയത് വെച്ച് ഇരിക്കുക മാത്രമല്ല ഒരു മയോകാർഡിയൽ സെല്ല് ചെയ്യുന്നത്, അടുത്ത ആൾക്ക് കൂടി അത് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇമ്പൾസ് അടുത്ത സെല്ലിലേക്ക് എത്തി, ആ അടുത്ത സെല്ലിന് എന്ത് പറ്റും, അത് എക്സൈറ്റ് ആകുന്നു, അതിനകത്തും ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നു. ആ സെല്ല് തൊട്ടടുത്ത സെല്ലിലേക്ക് ഇമ്പൾസ് കൊടുക്കുന്നു, ആ സെല്ലും എക്സൈറ്റ് ആകുന്നു, ആക്ഷൻ പൊട്ടൻഷ്യൽ സംഭവിക്കുന്നു. ഓക്കെ, ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു നടപടിയാണ് മയോകാർഡിയത്തിനകത്ത് സംഭവിക്കുന്നത്. നാലാമത്തെ കാര്യം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കൺട്രാക്ടിവിറ്റി. എബിലിറ്റി ഓഫ് സെൽ ടു കൺട്രാക്ട് ഇൻ റെസ്പോൺസ് ടു ആൻ ഇമ്പൾസ്, അയണോട്രോപ്പിസം എന്ന് ഇതിനെ നമുക്ക് പറയാം. അപ്പൊ ഈ ഇമ്പൾസ് ഒക്കെ കിട്ടിയിട്ട് എന്തിനാണ്? ഈ ഇമ്പൾസ് കിട്ടിയിട്ട് ചുമ്മാ ഇരിക്കുമല്ല ഇവരാരും ചെയ്യുന്നത്. ഇമ്പൾസ് കിട്ടുന്നത് കൊണ്ട് എന്താണ് ഗുണം? ഇമ്പൾസ് കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് കൺട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ സെല്ലും കൂടെ ഒരേ സമയത്ത് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഹാർട്ട് ഇടിക്കുന്നതും ബ്ലഡ് പമ്പ് ചെയ്യുന്നതും. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഈ ഒരു പമ്പിങ് ആണ്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്രോപ്പർട്ടികൾ. ഇതിനോടുകൂടി തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്, റിഫ്രാക്റ്ററിനെസ്, അതായത് നോൺ റെസ്പോൺസ് ടു എക്സ്ട്രിൻസിക് ഇമ്പൾസസ് ഡ്യൂറിങ് സിസ്റ്റോൾ എന്ന് പറയാം. അപ്പോൾ അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഈ പറയുന്ന എസ് എ നോഡിന് പുറമെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇമ്പൾസുകളും വരുന്നുണ്ട്. അതായത് ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ബ്രെയിനകത്ത് ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ട്. അതായത് അത് ഒരു ഇമ്പൾസ് പാസ് ചെയ്തിട്ടാണ് ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ഈ ഇമ്പൾസുകൾ ഹൃദയത്തിൽ കൂടി കടന്നു പോകാം. ഒരു മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ട്, ആ ഇലക്ട്രിക്കൽ ചാർജ് ഹാർട്ടിൽ കൂടി കടന്നു പോകാം. അപ്പോൾ ഹൃദയത്തിനകത്ത് എസ് എ നോഡിൽ നിന്ന് മാത്രമല്ല മറ്റു പല ഭാഗത്തു നിന്നുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ വരുന്നുണ്ട്. എന്നാൽ അവയുടെ ഒന്നിന്റെയും ഭാഗമായിട്ട് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നില്ല. ആ പ്രോപ്പർട്ടിയാണ് റിഫ്രാക്റ്ററിനെസ് എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക് ആയിട്ടുള്ള ഒരു ഇമ്പൾസിനോടും ഹാർട്ട് റെസ്പോണ്ട് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ. അപ്പോൾ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് റിഫ്രാക്റ്ററിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ഹാർട്ടിന്റെ 5 പ്രോപ്പർട്ടികൾ. താങ്ക് യു.